ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്നലെ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ധ്യാനിക്കുകയായിരുന്നു. പ്രവൃത്തിയും പ്രാർത്ഥനയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള ദിവ്യ സന്ദേശം ഈശോ നമുക്ക് ഇന്നലെ തന്നു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇന്നലെ നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് അതിൻ്റെ 5 മുതലുള്ള വചനങ്ങൾ ധ്യാനിക്കുകയാണ്. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് 5-ാമത്തെ വചനം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനം. 2 ആശയങ്ങൾ നമ്മളിവിടെ കാണുന്നു. ഒന്ന്, അവരുടെ വിശ്വാസം ഈശോ കണ്ടു. ഇവിടെ നമ്മളൊരു കാര്യം അറിയണം. വിശ്വാസം പ്രതിസന്ധികളുടെ മുമ്പിൽ അതിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജം നമുക്ക് തരും. വിശ്വാസമുള്ളൊരു വ്യക്തിക്ക്, വിശ്വാസം എന്ന് പറയുന്ന സത്യത്തിൽ ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയബോധത്തിൽ നിന്നും ദൈവത്തിൻ്റെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന, പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്ന ഒരു മനോഭാവത്തിൽ നിന്ന് വരുന്ന ഒരവസ്ഥയാണത്. വിശ്വാസമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവാശ്രയബോധമുണ്ട്. മറ്റൊരു വാക്കും കൂടി അതിൻ്റെ കൂടെ പോകും, ശരണം. ദൈവത്തിൽ ശരണപ്പെടുന്ന സ്വഭാവം ഉണ്ടാകും. ദൈവത്തെ ആശ്രയിക്കുന്നെന്ന് മാത്രമല്ല, ദൈവത്തിൽ ശരണപ്പെടുന്നെന്ന് മാത്രമല്ല, ഈ ദൈവാശ്രയത്തിൻ്റെയും ദൈവത്തിലുള്ള ശരണപ്പെടലിൻ്റെയും ഫലമായിട്ട് പ്രതിസന്ധികൾ മുമ്പിൽ വരുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ടുള്ള കൃപ അവർ ആർജിക്കുന്നുണ്ട്. അവിടെയാണ് വിശ്വാസം പ്രവൃത്തിയായിട്ട് രൂപാന്തരപ്പെടുന്നത്. നമ്മുടെയൊക്കെ വിശ്വാസത്തിന് ജ്വലനമുണ്ടാകണമെങ്കിൽ നിരന്തരമായി വിശ്വാസത്തെ പ്രവൃത്തിയുടെ മേഖലയിലേക്ക് കൊണ്ടുവരണം. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണെന്ന് അതുകൊണ്ടാണ് വചനം പറയുന്നത്. നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ആത്മീയ ശക്തി നമ്മുടെ വിശ്വാസമാണെങ്കിൽ, ഈ വിശ്വാസം എന്ന നമ്മിലുള്ള ഈ ആത്മീയ ശക്തിയുടെ ഫലമായിട്ട് വരുന്ന, ഉപോൽപ്പന്നമൊന്നും പറയാൻ പോലും പാടില്ല, അതിൻ്റെ ഫലമായിട്ട് വരുന്ന കാര്യമാണ് നമ്മുടെ പ്രവൃത്തി. ഏത് പ്രവൃത്തി ചെയ്താലും അത് വിശ്വാസത്തിൽ നിന്നായിരിക്കണം. എനിക്കൊരു ഹെഡ് മാസ്റ്ററെ അറിയാം, ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ. അന്നത്തെ കാലത്ത്, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഹെഡ് മാസ്റ്റർ എന്നാണ് പറയും, ഇപ്പം പ്രിൻസിപ്പൽ എന്നൊക്കെ പറയും. അപ്പോൾ സ്കൂളിൻ്റെ അധിപനായിരിക്കുന്ന ആ അധ്യാപകൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, കുർബാനയിൽ പങ്കെടുക്കും. അവിടെ അച്ഛൻ ഒരു 40 മിനിറ്റ് കൊണ്ട് കുർബാന പൂർത്തിയാക്കും. പല അച്ഛന്മാരും 1 മണിക്കൂറൊക്കെ എടുക്കുന്നതാണ്, പക്ഷേ അവിടുത്തെ വികാരിച്ച് 40 മിനിറ്റ് കൊണ്ട് ഇട ദിവസം കുർബാന പൂർത്തിയാക്കും. ഞായറാഴ്ച 1 മണിക്കൂർ കൊടുക്കും. അപ്പോൾ അദ്ദേഹം അത് അച്ഛനോട് പറയും, എൻ്റെ ആ 40 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിധത്തിലുള്ള കാര്യമാണ് ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്, എങ്കിലേ എനിക്ക് സ്കൂളിലെത്താൻ പറ്റുള്ളൂ. അദ്ദേഹം പള്ളിയിൽ തുടങ്ങുന്ന പള്ളി കുർബാനയുടെ മുമ്പ് എത്തുകയും ചെയ്യും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ പ്രവൃത്തിയുടെ തലത്തിലേക്ക് കൊണ്ടുവന്നത് ഈ കുർബാനയിൽ പങ്കെടുക്കുന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, അതൊന്നാണ്. പക്ഷേ അദ്ദേഹം പള്ളിയിലേക്ക് പോരുന്ന വഴിക്ക് 4 വീടുകളിൽ വൃദ്ധരായ പ്രായമായ അമ്മമാരും 2 പിതാക്കന്മാരും 2 അമ്മമാരുമുണ്ട്. അവരെ തൻ്റെ കാറിൽ കയറ്റിക്കൊണ്ടാണ് ഈ പള്ളിയിലേക്ക് വരുന്നത്. അവരുടെ വീട്ടിലേക്ക് റോഡ് സൈഡിലുള്ള വീടല്ല, അതിൽ 2 വീട് ഉള്ളിലാണ്. 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറണം. അദ്ദേഹം അതിന് നേരത്തെ ഇറങ്ങിയിട്ട് 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി 2 അമ്മമാരെ എടുക്കും. പിന്നെ റോഡ് സൈഡിലുള്ള 2 പിതാക്കന്മാരുണ്ട്, അവരെ എടുക്കും. ഇവരെല്ലാം തന്നെ 70 കഴിഞ്ഞവരാണ്. ഈ 4 പേർക്കും 70 കൂടുതൽ പ്രായമുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ സാറ്, കുര്യാക്കോസ് എന്നാണ് സാറിൻ്റെ പേര്, അദ്ദേഹം ഈ 4 പേരെ കൂട്ടിക്കൊണ്ട് ദേവാലയത്തിൽ വന്നിട്ട് രാവിലെ അവരെ തിരിച്ചുകൊണ്ട് വീട്ടിലാക്കിയിട്ടാണ് സ്വന്തം വീട്ടിൽ പോയി പ്രഭാത ഭക്ഷണം കഴിച്ച്, അപ്പോഴേക്ക് ഭാര്യ എല്ലാം ഒരുക്കി വെച്ചിരിക്കും. ഭാര്യയും അവിടെ വിശ്വാസം പ്രവൃത്തിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മക്കളെ 4-5 പേരെ അത് രാവിലെ എഴുന്നേറ്റ് ഒരുക്കാനും അവർക്ക് ഭക്ഷണം ഒരുക്കാനും, ഭർത്താവ് വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്ക് ഭർത്താവിന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒരുക്കി വെക്കാനും, ഭർത്താവിന് ധരിക്കാനുള്ള വസ്ത്രം എല്ലാം എടുത്ത് ഒരുക്കി വെക്കാനും, ഹസ്ബൻഡ് പള്ളിയിൽ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം പെട്ടെന്ന് കുളിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ച് പോകാനായിട്ടൊരു 20 മിനിറ്റ് എടുത്താൽ മതി. അതിനുള്ളിൽ പണിയെല്ലാം തീർത്ത് പോകാവുന്ന വിധത്തിൽ ഭാര്യയെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. ആ ഭർത്താവ് എന്നോട് പറയുകയാണ്, എൻ്റെ ഭാര്യയാണ് ഇതിനെന്നെ ഏറ്റവും കൂടെ സഹായിക്കുന്നത്. 1 മിനിറ്റ് പോലും എനിക്ക് ഒരു കാര്യത്തിൽ ലേറ്റായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവില്ല. കാരണം വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് 4-5 മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഭക്ഷണം തയ്യാറാക്കി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പിള്ളേർ ഒരുക്കി സ്കൂളിലേക്ക് വിടുന്നു, ഭർത്താവിനെ സഹായിക്കുന്നുമൊക്കെ. ഭാര്യയും അവരുടെ വിശ്വാസത്തെ പ്രവൃത്തിയാക്കി മാറ്റി. വിശ്വാസവും പ്രവൃത്തിയും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ
അവിടെ പെട്ടെന്ന് അഭിഷേകം ഒഴുകി വരും. പ്രിയപ്പെട്ടവരെ, വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഈ സാറ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോഴാണ് ഞാനൊരു കാര്യം അറിഞ്ഞത്. മാരക പാപമാണെങ്കിലും ലഘുപാപമാണെങ്കിലും അത് ദൈവകൃപാ സ്വീകരണത്തിന് തടസ്സമാണ്. ഞാൻ ഈ പറയുന്നത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നമ്മിലുള്ളത് മാരകപാപമാണെങ്കിലും ലഘുപാപമാണെങ്കിലും ദൈവകൃപാ സ്വീകരണത്തിന് തടസ്സമാണ്. അതായത് ലഘുപാപം മാരകപാപം തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇവിടെ പറയാം. ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കാവുന്ന ലഘുപാപത്തിൽ നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കുന്നു, അല്ലെ ദൈവത്തെ വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ല, അവഗണിക്കുന്നു, അങ്ങനെയുള്ള ദൈവത്തിന് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ലഘുപാപത്തിലുണ്ടാവുന്നത്. മാരകപാപത്തിലോ ദൈവത്തെ നമ്മൾ ബഹിഷ്കരിച്ചു, പുറത്താക്കി, പകരം പിശാചിനെ സ്വീകരിച്ചു. ഇതാണ് മാരകപാപത്തിൻ്റെ ഫലം. മാരകപാപത്തിലൂടെ നമുക്ക് കിട്ടേണ്ട ദൈവകൃപ കിട്ടാതെ പോകുന്നു എന്ന് മാത്രമല്ല, പൈശാചികത നമ്മിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഭീകരതയും കൂടെ ഉണ്ട് അവിടെ. ഒരു ദൈവകൃപ നഷ്ടം മാത്രമല്ല, പൈശാചികത നമ്മിലേക്ക് വരുന്ന ദുരന്തവും കൂടെ പാപത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. ലഘുപാപത്തിൽ നമ്മിലേക്ക് വരേണ്ട ദൈവകൃപ സമൃദ്ധമായി നമ്മിലേക്ക് വരാതിരിക്കാൻ ഈ ലഘുപാപം തടസ്സമുണ്ടാക്കുന്നുണ്ട്. ഇത് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ സാർ എന്നോട് പറഞ്ഞു, ഞാൻ സാധാരണ മാരകപാപം ഉണ്ടെങ്കിൽ മാത്രം കുമ്പസാരിക്കുന്ന ആളായിരുന്നു. പക്ഷേ അച്ഛൻ മർക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വചനം വ്യാഖ്യാനിച്ചുകൊണ്ട്, മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്ന ഈശോ പറയുന്ന ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് 2-ാം വചനത്തിന് ശേഷം 2-ാം അധ്യായത്തിൽ 5-ാം വചനത്തിന് ശേഷം 10-ാമത്തെ വചനത്തിൽ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപം ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറയുന്നു, നീ എഴുന്നേറ്റ് എടുത്ത് വീട്ടിലേക്ക് നടക്കുക. അവിടെ അവൻ്റെ രോഗം മാറ്റി അവന് സൗഖ്യം നൽകുന്ന, അവന് അനുഗ്രഹം നൽകുന്ന ആ സംഭവത്തിന് മുൻപ് ആ അനുഗ്രഹ പ്രാപ്തിക്ക് അവനെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന പാപത്തെ ഈശോ നീക്കിക്കളഞ്ഞിട്ടാണ് അവനെ സുഖപ്പെടുത്തുന്നത്. ദൈവകൃപാ സ്വീകരണത്തിന് പാപം തടസ്സമാണ്. കാരണം പാപം നമ്മിലുണ്ടെങ്കിൽ ദൈവം ആ പാപത്തിലേക്ക് തൻ്റെ കൃപ ഒഴുക്കില്ല. കാരണം പാപം പൈശാചികതയാണ്. ഈശോ ആ പൈശാചികത നീക്കിക്കളഞ്ഞിട്ടേ കൃപ ഒഴുക്കി തരുള്ളൂ. കൃപ ഒഴുക്കി തരാൻ ദൈവം തയ്യാറാണ്. കരുണയുള്ളതുകൊണ്ട് ദൈവം കൃപ നിഷേധിക്കില്ല. ഈ കൃപയായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. ആ കൃപയുമായി കൃപ തരാൻ വേണ്ടി, പാപം നീക്കാൻ ഞാൻ യേശുവിനോട് സഹകരിക്കാൻ വേണ്ടി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിൻ്റെ ചിത്രമാണ് വെളിപാട് 3:19-20 കാണുന്നത്. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അകത്ത് വരും, അവനോടൊപ്പം ഭക്ഷിക്കും. അപ്പം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാൻ നമ്മുടെ അനുവാദം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്താ ഈ അനുവാദം എന്ന് പറഞ്ഞാൽ, വാ എന്ന് പറച്ചിൽ മാത്രമല്ല, നമ്മിൽ ദൈവികത അല്ലാത്ത പൈശാചികത കയറിയിട്ടുണ്ടല്ലോ പാപം വഴി. ദൈവം അനുവദിക്കാത്ത, ആശീർവദിക്കാത്ത, നൽകാത്ത എന്തോ ഒന്നിലൂടെ പൈശാചിക നമ്മിൽ കയറിയിട്ടില്ലേ? അത് നീക്കിക്കളയാൻ യേശുവിനെ അനുവദിക്കണം. നമുക്ക് നീക്കിക്കളയാൻ പറ്റില്ല. എൻ്റെ പാപം ക്ഷമിക്കാൻ എനിക്ക് തന്നെ പറ്റില്ല. ഈശോയ്ക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. കാരണം ഈശോ ആണ് പാപം ക്ഷമിക്കുന്നവൻ, പാപശാപ നിഹന്താവ്. പാപപരമായി നമ്മിലേക്ക് വരുന്ന പൈശാചികതയാണ് ശാപം എന്ന് പറയുന്നത്. ഈ ശാപത്തെ നീക്കിക്കളയുന്ന യേശുവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കണം. അപ്പോൾ ഇതാ ഈശോ ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിന് മുൻപ് ഏതൊക്കെയോ പാപങ്ങൾ, എന്താ നമുക്ക് അറിഞ്ഞുകൂടാ, ഈശോ വെളിപ്പെടുത്തിയിട്ടില്ല, ബൈബിളിൽ എഴുതിയിട്ടുമില്ല. ഏതൊക്കെയോ പാപങ്ങൾ അവനിലുണ്ട്. അത് ഈശോ നീക്കിക്കളഞ്ഞതിന് ശേഷമാണ് 10-ാമത്തെ തിരുവചനത്തിൽ ഈശോ അവരോട് പറയുന്നത്, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇവിടെ എന്താ സംഭവിച്ചത്? സത്യത്തിൽ ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യരോടും ഈശോ ഈ തിരുവചന ഭാഗത്തിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത, വചനഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത, സുവിശേഷത്തിൻ്റെ പ്രത്യേകത. അതെന്തെന്നറിയോ? ഓരോ വചനവും ദൈവം നേരിട്ട് അരുളി ചെയ്ത വചനങ്ങളും ദൈവം ചെയ്ത പ്രവൃത്തികളുടെ റിപ്പോർട്ടും ദൈവിക മനുഷ്യരിലൂടെ വന്ന ദൈവിക വെളിപാടുകളൊക്കെയാണ് ഈ ബൈബിളിലുള്ളത്. അതൊക്കെ നിരന്തരമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. എപ്പോഴും നിരന്തരമായി അത് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ലോകം മുഴുവനുള്ള എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുക. യേശുവിനെ കേൾക്കാത്തവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്തോട് ഈശോ നമ്മോട് പറയുന്നു, നിങ്ങളിലേക്ക് ഞാൻ ഒഴുക്കി തരുന്ന കൃപകൾ പലതും സ്വീകരിക്കാൻ തടസ്സമുണ്ടാക്കി നിൽക്കുന്നത് പാപമാണ്. അത് നിങ്ങൾ പിശാച് ചേർന്നപ്പോൾ ഉണ്ടായതാണ്.
നിങ്ങൾ എന്നെ സ്വീകരിച്ച് പിശാചിനെ ഉപേക്ഷിച്ചാൽ നിങ്ങളിലുള്ള പാപം ഞാൻ നീക്കിക്കളയും. അപ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളിലേക്ക് അങ്ങ് നിരന്തരമായി ഒഴുക്കി തന്നുകൊണ്ടിരിക്കുന്ന കൃപ സ്വീകരിക്കുന്ന തടസ്സമായിട്ട് ഞങ്ങളിലുള്ള എല്ലാ പാപങ്ങളെയും കണ്ടെത്തുവാനും അതിനെ വെറുത്തുപേക്ഷിക്കുവാനും അത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച പാപമോചനം പ്രാപിച്ച് അങ്ങനെ അനുഗ്രഹീതരാകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.